ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ കറി വെക്കുന്നത് നോക്കാം. അതിന് ഞാൻ ഒരു പാൻ ആദ്യം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്ത് അതിൽ പിന്നെ ഉലുവ ഇട്ട് പിന്നെ വലിയ ജീരകം ഇട്ട് ഞാൻ 3 സവാള ആണ് എടുത്തിട്ടുള്ളത്. 3 സവാള ചെറുതാക്കി അരിഞ്ഞ് പിന്നെ അതിൽ 3 പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വാടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഞാൻ ചതച്ച് വെച്ചാണ് അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലോണം പേസ്റ്റായിട്ട് നല്ല വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെന്ത് ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മൂന്ന് സ്പൂണ് മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നല്ലോണം അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം പിടിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ചിക്കന് ഞാനൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്ന് അതിൽ പിന്നെ തിളച്ച് ഒന്ന് സെറ്റാവട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാലൻ്റെ കുറവുണ്ടായിരുന്നു. അതിന് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കി പാകത്തിനിടുക. നമുക്ക് കുറച്ച് ഗരം മസാലയും പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമുക്കൊന്ന് ഉള്ളുപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. അതിങ്ങനെ ഇടുകയും നമുക്കിത് കുറുങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ അതിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ചപ്പും പൊതിനയും ഇട്ടിട്ട് എന്നിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ചിക്കൻ കറി ഉണ്ടായിക്കഴിഞ്ഞു, റെഡിയായി. ഇനി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് കാണുന്ന ബെല്ലേക്കും ചെയ്യുക. അപ്പോൾ നമ്മളെ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.